നമസ്കാരം, ഇറ്റ്സ് മൈ നെസ്റ്റ്. ഞാൻ ശിവേട്ടൻ. ഇന്ന് ചിങ്ങമാസത്തിലെ പൊന്നിൻ തിരുവോണം, കേരളത്തിൻ്റെ കാർഷികോത്സവം. കാർഷികോത്സവം എന്ന് പറയുമ്പോൾ കലയ്ക്കും അതിൻ്റേതായ സ്ഥാനമുണ്ട്. കാരണം ഓണക്കാലം കേരളത്തിൽ കലകളുടെ കാലമാണ്. നമുക്കിന്ന് ഒരു കലാകാരിയെ പരിചയപ്പെടാം. കലയ്ക്ക് പ്രായം ഒരു തടസ്സമല്ല. ഉള്ളിലുള്ള കല നാലാളെ കേൾപ്പിക്കാൻ, കാണിക്കാൻ വ്യഗ്രത കൊള്ളുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ ആ വ്യക്തിയെ നമുക്ക് ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു കലാകാരി എന്ന് വിളിക്കാം. നമ്മളിന്ന് പരിചയപ്പെടുന്നത് ചന്ദ്രിക അമ്മ. വയസ്സ് 73. പ്രായം കലയ്ക്ക് ഒരിക്കലും ഒരു തടസ്സമല്ല എന്ന് ചന്ദ്രികാമ്മ നമ്മളെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഹാസ്യരസപ്രധാനമായ ഏകാംഗ അഭിനയത്തിലൂടെ നമ്മളെ ചിരിക്കാനും ചിന്തിപ്പിക്കാനും ചന്ദ്രികാമ്മ റെഡിയാണ്. അപ്പോൾ നിങ്ങളോ? നമുക്കൊന്ന് കാണാം ചന്ദ്രികാമ്മയുടെ ഹാസ്യാഭിനയം. നമസ്കാരം സ്വാമിനിയമ്മേ. എന്താണാവോ ഭവതിയുടെ നാമധേയം? പരോപകാരം സ്വാമിനിയമ്മ. പരോപകാരം സ്വാമിനിയമ്മ. എന്താ ഇവിടെ പരിപാടി? തപസ്സോ വല്ലതുമാണോ? എല്ലാവർക്കും നല്ലത് വരുത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതെ, നല്ല തമാശകളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ശരിയാണോ? ചിലതൊക്കെ തമാശയായിട്ട് ആൾക്കാർക്ക് തോന്നും, പക്ഷെ ഞാനെല്ലാം കാര്യമാണ് പറയുന്നത്. അതെ അല്ലേ? അപ്പോൾ നമുക്ക് സ്വാമിനി അമ്മയുടെ തമാശ കലർന്ന കാര്യം ഒന്ന് കണ്ടു നോക്കാം. നമസ്കാരം, ഞാനാണ് പരോപകാരം സ്വാമിനിയമ്മ. കേട്ടിട്ടില്ലേ? പരോപകാരം ചെയ്തവർക്കെല്ലാം പാരിൽ നല്ലത് വരും ദൃഢം. എനിക്ക് ദിവസത്തിൽ എണ്ണിയാ തീരാത്ത അത്ര ആൾക്കാർക്ക് ഉപദേശമോ എന്തെങ്കിലും സഹായം ചെയ്തില്ലെങ്കിൽ അന്ന് എനിക്ക് ഉറക്കം വരില്ല. ഞാൻ സഹായം ചെയ്യുന്നതൊന്ന് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ, എല്ലാം വലിയ വലിയ ആൾക്കാർക്ക്. അത് കാരണം എന്താ വെച്ചാൽ വലിയ വലിയ ആൾക്കാർക്ക് സഹായം ചെയ്താലേ നാടിന് വേണ്ടിയൊക്കെ ചെയ്യുള്ളൂ. അത് ആർക്കൊക്കെ വെച്ചിട്ടാ? മന്ത്രിമാർക്ക്, വലിയ വലിയ ജോലിക്കാർക്ക്, സിനിമാ നടന്മാർക്ക്, വലിയ പേരിട്ടവർക്ക്. എന്തിനാ? നമ്മുടെ പ്രധാനമന്ത്രിക്ക് അടക്കം ഞാൻ ഉപദേശം കൊടുക്കാറുണ്ട്. അദ്ദേഹം എൻ്റെ അടുത്ത് നിന്നും ചോദിക്കാറുണ്ട്, ഞാൻ അങ്ങോട്ടും കൊടുക്കാറുണ്ട്. പക്ഷേ അപ്പം നിങ്ങളൊക്കെ ചെയ്യായിരിക്കും എനിക്ക് മലയാളമല്ലേ അറിയുള്ളൂ, അദ്ദേഹത്തിന് ഹിന്ദി അല്ലേ അറിയുള്ളൂ. പക്ഷേ ഈ ടെലിപ്പതി ഒരു സാധനം ഉണ്ടല്ലോ, അദ്ദേഹം വിചാരിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം, ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് അദ്ദേഹത്തിനും അറിയാം. പിന്നെ അപ്പം അങ്ങനെ ഒരിക്കലും ഞാനൊരു ഉപദേശം കൊടുത്തപ്പോൾ ഭയങ്കര ലോകം മുഴുവൻ പ്രസിദ്ധമായി. ഇന്ത്യൻ പ്രധാനമന്ത്രി വന്നപ്പോൾ എല്ലാവരും നമസ്കാരം പറഞ്ഞു തുടങ്ങി. അപ്പോൾ ആ സന്തോഷത്തിന് അദ്ദേഹം എനിക്കൊരു ഒരു സമ്മാനം അയച്ചു തന്നു. നോക്കൂ, ഞാനത് എടുക്കാൻ മറന്നുപോയി. സാരമില്ല. പക്ഷേ എൻ്റെ കൂട്ടുകാരെ ഇങ്ങനെ പിടിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഉദ്ദേശം ഒരു 15ഓളം ഉണ്ടാവുന്നത്. പക്ഷെ ഞാൻ തൂക്കിയൊന്നുമില്ല. കാരണം എന്താ പറയുക, എനിക്കൊരു നിലയും വിലയൊക്കെ ഉണ്ടേ. അപ്പോൾ അത് ഞാൻ കളയാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ തൂക്കി വയ്ക്കുന്നൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് വിളിച്ച് പറയും. അങ്ങനെയൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, അല്ല എനിക്കൊരു വിഷമം ഉണ്ടായി. ഞാൻ പറഞ്ഞു, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹിമാലയത്തിലേക്ക് പോയിട്ട് തപസ് ചെയ്യാൻ പോകും. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പോകുമ്പോൾ ഞാൻ കുറേ മധുരപലഹാരങ്ങളെ കൊണ്ടുപോവുക. അവിടെ കുറേ ഈ എക്സിമോകൾ പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ, അവർക്ക് കൊടുക്കാനാണ്. കാരണം എന്താ വെച്ചിട്ടാ, അവർക്ക് ഇതൊന്നും കിട്ടില്ലല്ലോ. അപ്പം ഞാൻ ഇത് കൊണ്ടു ചെന്നാൽ അവർക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അവർ പറയും, സ്വാമിനിയമ്മയ്ക്ക് എന്താ ഞങ്ങൾ തരേണ്ടത്? എനിക്കൊന്നും തരണ്ട മക്കളെ, നിങ്ങൾ സന്തോഷമായിട്ട് മധുരം കഴിച്ചിരുന്നാൽ മതി. പക്ഷേ അപ്പോൾ ഇതിൻ്റെ പേരെന്താ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാണ് ഓരോരോ പേര്. പക്ഷേ ഈ പേര് പറഞ്ഞു അതിലൊരു നല്ല പേരുണ്ട്, അത് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ വിഷമാകും. ഞാൻ അതൊന്നും പറയണില്ല. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളൊരു കാര്യം ചെയ്യാം, ഈ സാധനങ്ങളിൽ കുറേ പുതിയ പുതിയ ഒറ്റമൂലികളുണ്ട്. സൗന്ദര്യം കൂട്ടാൻ പറ്റും, ചെറുപ്പാക്കാൻ പറ്റും, തലമുടി കറുപ്പിക്കാനോ വെളുപ്പിക്കാനോ എല്ലാ സംഭവമുണ്ട്. അതൊന്നും ആവശ്യമില്ല. കാരണം അതൊക്കെ നമുക്ക് സംഭവാമി യുഗേ പറഞ്ഞ പോലെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോകേണ്ടിയിരിക്കേണ്ട, അതൊക്കെ പോകണ്ടേ. അപ്പം ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട. അപ്പം പിന്നെ ഞാൻ പറഞ്ഞു, മക്കളെ അവിടെ ഇരുമ്പ് കിട്ടിയാൽ സ്വർണ്ണമാക്കുന്ന ഒരു ഒറ്റമൂലിയുണ്ട്, നിങ്ങൾ ആ ഒറ്റമൂലി എനിക്ക് കൊണ്ടു തന്നാൽ മതി പറഞ്ഞു. അവർ സന്തോഷമായിട്ട് എനിക്ക് കൊണ്ടു തന്നു. ആ ഒറ്റമൂലി ഇവിടെ കൊണ്ടിട്ട് ഞാൻ നമ്മളിപ്പോൾ സമൂഹ വിവാഹം നടക്കുന്നത് നിങ്ങളൊക്കെ കേട്ടിട്ടില്ലേ, ആ സമൂഹ വിവാഹത്തിന് വേണ്ട സ്വർണ്ണമൊക്കെ കൊടുക്കുന്നത് ഞാനാണ്. പക്ഷെ ഞാൻ ഇതൊന്നും ആരോടും പറയാനില്ല. കാരണം എന്താ, എനിക്ക് പേരൊന്നും വേണ്ട, എനിക്ക് കാശും വേണ്ട, ആൾക്കാർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ, പ്രത്യേകിച്ച് പാവങ്ങൾ. അപ്പോൾ ഈ പാവങ്ങളാണല്ലോ ഈ സമൂഹ വിവാഹത്തിലേക്കൊക്കെ പോകണത്. അപ്പോൾ ഞാൻ അവരോട് പറയും, ഏറിയ ഒരു 20-ൽ കൂടുതലൊന്നും ആൾക്കാരെ ഒരുമിച്ച് വേറെ കൂടുതൽ എടുക്കരുത് കേട്ടോ എന്ന് ഞാൻ അവരോട് പ്രത്യേകം പറയും. പക്ഷെ അടുപ്പിച്ച് ആവരുത്. കാരണം എനിക്ക് അവിടെ പോയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരൊക്കെ വേണ്ടേ. അപ്പം അത് കാരണം ഞാൻ പറഞ്ഞു, അധികമൊന്നും നിങ്ങൾ എടുക്കരുത്, ഒരു ഗ്യാപ്പൊക്കെ എനിക്ക് തരണം.
പക്ഷേ എനിക്കിപ്പോൾ വയസ്സായി തുടങ്ങി, മല കയറാനൊക്കെ എനിക്ക് വിഷമമായി തുടങ്ങി. അപ്പം നമ്മുടെ പ്രധാനമന്ത്രിയോട് ഞാൻ പറഞ്ഞു, അതെ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ആ ഹിമാലയത്തിലേക്ക് ഇങ്ങനെ ഞെക്കിയ പെട്ടെന്ന് ഞെക്കിയങ്ങനെ എത്തുന്ന സ്ഥലമില്ലേ, ഒരു സാധനമില്ലേ, ആ മിഷ്യൻ നമുക്കവിടെ ഘടിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രധാനമന്ത്രി പറയാണ്, അയ്യോ എനിക്ക് ഇപ്പം പറ്റില്ല കേട്ടോ, ഞാനൊരു ഉച്ചക്കൊടിയിൽ പോകാൻ നിൽക്കുകയാണ്. അയ്യോ ഒരിക്കലും ഉച്ചയ്ക്ക് ഒരു സാധനം ചെയ്യരുത്, പിച്ചക്കുളി കേട്ടിട്ടില്ലേ, അതുകൊണ്ട് ഉച്ചപാരം ഒരു കാര്യം ചെയ്യരുത് കേട്ടോ, ഒന്നും നേരെ ആവില്ല. അപ്പോൾ പ്രധാനമന്ത്രി പറയാണ്, അയ്യോ സ്വാമിയമ്മ വിഷമിക്കേണ്ട, നമ്മുടെ ഉച്ച പറഞ്ഞാൽ അങ്ങേപ്പുറത്തുള്ളവർക്കൊക്കെ അത് സമയമൊക്കെ മാറും, അതൊന്നും പേടിക്കേണ്ട. ഒന്നും അങ്ങനെ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അതെന്താ വെച്ചാൽ ചെയ്തോളൂ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ഒരു വിധം ആ ലിഫ്റ്റൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇനി ഉച്ചകോടി പറഞ്ഞ സാധനം കഴിഞ്ഞാൽ അങ്ങോട്ട് ഈ ലിഫ്റ്റ് ശരിയാക്കും. അപ്പം പിന്നെ എനിക്ക് പോകാനും വരാനൊക്കെ എളുപ്പമായി. അപ്പം പിന്നെ നമുക്ക് കൂടുതൽ സ്വർണ്ണം അതൊക്കെ ഉണ്ടാക്കാനുള്ള കൊണ്ടും ചെയ്യാം. അപ്പം നമുക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ നേരെയാക്കാൻ പറ്റും. അപ്പം അങ്ങനെ പ്രധാനമന്ത്രി സന്തോഷമായിട്ടായിരിക്കുന്നത്. കാരണം നമ്മുടെ അപ്പോൾ പ്രധാനമന്ത്രി ചോദിച്ചു, ഭഗവതിയുടെ സ്ഥലം എനിക്കൊന്ന് കാണാൻ പറ്റിയിട്ടില്ലല്ലോ, ഇത്രയൊക്കെ ഉപകാരം എനിക്ക് ചെയ്തിട്ടും എന്തുകൊണ്ട്. അപ്പം ഞാൻ എപ്പോഴും സ്വാഗതം പ്രധാനമന്ത്രിക്ക്, ഞങ്ങളുടെ നാട്ടിലേക്ക് എപ്പോഴും എല്ലാവരും കാത്തിരിക്കുകയാണ് പ്രധാനമന്ത്രി ഇത് കണ്ട് ഞങ്ങളുടെ ബുദ്ധിമുട്ടും എല്ലാം ഒന്ന് അറിയിപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഒന്ന് വന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷമായേനെ. അതങ്ങനെ പറഞ്ഞു വെച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞു സമാധാനത്തിൽ ഇരിക്കുമ്പോണ്ട് എൻ്റെ ഒരു കൂട്ടുകാരി ഓടി വന്നിട്ട്, അയ്യോ സ്വാമിനിയമ്മേ നീ എന്നെ രക്ഷിക്കും, എന്താ നിനക്ക് എന്ത് പറ്റി നിനക്ക്? അപ്പോൾ പറയാണ്, എൻ്റെ സ്വാമിനിയമ്മേ നീ ഒന്ന് കേൾക്ക്, ഇപ്പം എല്ലായിടത്തും കുടുംബശ്രീ ഈ സ്ത്രീ എന്നൊക്കെ പറഞ്ഞ് നടക്കല്ലേ, അതുകൊണ്ട് ഞാനൊരു കുടുംബശ്രീയിൽ ചേർന്നു. അപ്പോൾ അത് ADSൻ്റെ സ്ഥാനം എനിക്ക്, പിന്നെ EDSൻ്റെ സ്ഥാനം നീ കേട്ടിട്ടുണ്ടോ, പക്ഷെ എന്താ ചെയ്യുക, അവരെന്നെ അതിലേക്ക് ആക്കി കഴിഞ്ഞു. അതുപോലെ അവർ പറയാൻ എന്നോട്, നീ അടുക്കള തോട്ടം ഉണ്ടാക്കണമെന്ന്. നിനക്ക് അറിഞ്ഞോടെ എൻ്റെ വീട് എത്ര ചെറുതാണ്, ഞാൻ എങ്ങനെ ആ അടുക്കളയിൽ തോട്ടം ഉണ്ടാക്കണു, നീ ഒരു ഉപകാരം എനിക്ക് പറഞ്ഞു തരും. അത് നീ വിഷമിക്കേണ്ട, നീ 2 ചട്ടി വാങ്ങിയിട്ട് ആ അടുപ്പിൻ്റെ ഇപ്പുറം വെച്ചിട്ട് അതിൽ ഒന്നൊരു ചീരവിത്തും ഒന്നിൽ ചെറിയ മുളകുണ്ടല്ലോ, ഇത്തിരി കുഞ്ഞൻ കുട്ടിയെ കരിപ്പിച്ച് പറഞ്ഞ മുളകുണ്ടല്ലോ, ആ മുളകിൻ്റെ വിത്തും പാവി ഉണ്ടാക്കുക. അപ്പോൾ ഈ ചീര അങ്ങനെ പൊളിച്ചിട്ട് വരുമ്പോൾ ഈ പച്ചമുളകും കൂട്ടി അരിഞ്ഞാണ്ട് വെച്ചാൽ ഉണ്ടല്ലോ എന്താണെന്നറിയോ രസം. അപ്പോൾ അത് ഞാൻ പറഞ്ഞപ്പോൾ അതവർക്ക് സമാധാനമായി. അപ്പോൾ അവർ പറഞ്ഞു, അയ്യോ സൂര്യപ്രകാശം കിട്ടാം, നീ ഒരു കാര്യം ചെയ്യുക, ഇങ്ങനെ 2 നേരം പണ്ട് കുട്ടികളെ ആൾക്കാർ ചൂട് കാണിക്കാൻ കൊണ്ടുപോകണില്ലേ, പ്രസവിച്ചൂടെ എല്ലാവരും മഞ്ഞുണ്ട് പറഞ്ഞിട്ട് കാണിക്കാൻ കൊണ്ടുപോകണ പോലെ നീ ഇങ്ങനെ കാട്ടിക്കോ, അടുപ്പിൻ്റെ അടുത്ത് വെക്കില്ല. അപ്പോൾ ചൂടിന് വേണ്ടിയിട്ട് ഈ അടുപ്പിൻ്റെ അടുത്ത് വെച്ചാൽ ചൂടും കിട്ടി, കാര്യം ഭംഗിയാവും. അപ്പോഴാണ് ഞാൻ ഓർത്ത്, എൻ്റെ വീടും ചെറുതാണല്ലോ, എനിക്കും ഒരു വലിയൊരു അടുക്കള ഉണ്ടാക്കിയിട്ട് അവളെക്കാട്ടിലും കൂടുതൽ ചെടികൾ വെച്ചിട്ട് എനിക്ക് നേരെയാക്കണം, കാര്യങ്ങളൊക്കെ ഒന്ന് നേരെയാക്കണം. അപ്പം നിങ്ങൾക്ക് എൻ്റെ വല്ല ഉപദേശം വേണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, എന്നെ എപ്പോൾ വേണമെങ്കിൽ വിളിച്ചോളൂ. എൻ്റെ നമ്പറാണെങ്കിൽ എളുപ്പമുള്ള നമ്പറാണ്, കാരണം 1 തൊട്ട് 9 വരയ്ക്ക് പ്രത്യേക നമ്പറാണ്, അത് എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അത് ഏത് നേരത്തും വിളിച്ചാൽ കിട്ടും ചെയ്യും, അതിനോട്ട് പൈസ കൊടുക്കും വേണ്ട. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യം എപ്പോഴേലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും കേട്ടല്ലോ, എന്താവശ്യം ഉണ്ടെങ്കിലും ഏത് നേരത്തും സ്വാമിനിയമ്മേനെ വിളിക്കാം. ഒരു പ്രത്യേക നമ്പർ, അത് സ്വാമിനിയമ്മയ്ക്ക് മാത്രമുള്ള നമ്പറാണ്, വേറെ ആരുടെയും നമ്പറല്ല. അപ്പോൾ അതുകൊണ്ട് ആ നമ്പറിലേക്ക് വിളിച്ചാൽ പൈസ ആവില്ല, ഒന്നും ആവില്ല. അപ്പോൾ ആ നമ്പർ ഞാൻ ഒന്നും കൂടിയും പറയാം, 1 മുതൽ 9 വരെ. ഓക്കെ.